ഇസ്രയേൽ സംയുക്ത ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ ആദ്യമായി തങ്ങളുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളായ ഫത്ത-2 വിക്ഷേപിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമായി അതിരൂക്ഷ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ നേതൃസ്ഥാനീയർ ആണവായുധങ്ങളടക്കമുള്ള ആയുധശേഖരം എന്നിവയെല്ലാം മുന്നമിട്ട് നടക്കുന്ന ആക്രമണത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയുണ്ടായി. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കി. അതേ തുടർന്ന് ഇറാൻ ഇസ്രയേലിനും US താവളങ്ങളുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്കുമെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതിനിടെ ഇതാ ഇറാൻ തങ്ങളുടെ ആവനാഴിയിലെ ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങളിലൊന്നായ ഫത്ത-2 ഹൈപ്പർസോണിക് മിസൈൽ വിന്യസിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. പ്രമുഖ അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമമായ മിലിറ്ററി വാച്ച് മാഗസീനിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഒപ്പം ഫത്ത-2വിന്റെ വിക്ഷേപണ ദൃശ്യങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇക്കാര്യം ശരിയാണെങ്കിൽ ഫത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത-2വിന്റെ ആദ്യ പ്രവർത്തന ദൗത്യമാണ് ഈ വിക്ഷേപണത്തിലൂടെ നടന്നിരിക്കുന്നത്. ഇറാൻ അവകാശപ്പെടും പ്രകാരം ഫത്ത-2 എന്നത് ഒരു സാധാരണ ബാലിസ്റ്റിക് മിസൈലല്ല. അതൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അഥവാ HGV സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ആയുധ സംവിധാനമാണ്. ശബ്ദത്തെക്കാൾ 10 മുതൽ 15 മടങ്ങ് വരെ അഥവാ മാക് 15 വരെ വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈലിന് ഏകദേശം 1400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ലോകത്തുനിന്ന് നിലവിലുള്ള കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷി ഫത്ത-2വിനുണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. ലോക ശ്രദ്ധ നേടിയ ഇസ്രയേലിന്റെ അയൺ ഡോം, ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെയും US-ന്റെ താഡ് പോലുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും നിഷ്പ്രയാസം മറികടക്കാൻ ഫത്ത-2വിനാകുമെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഫത്ത-2 രൂപകൽപ്പന ചെയ്തത് ഇറാനിലെ വിപ്ലവ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ്. ഇറാന്റെ പ്രധാന സൈനിക തന്ത്രശക്തിയായി കണക്കാക്കപ്പെടുന്ന IRGC കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മിസൈൽ സാങ്കേതിക വിദ്യാ രംഗത്ത് വൻ നിക്ഷേപമാണ് നടത്തിവരുന്നത്. ഫത്ത-2വിന്റെ പ്രവർത്തന ഘട്ടമാണ് അതിനെ ഒരു സാധാരണ ബാലിസ്റ്റിക് മിസൈലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതിന്റെ പ്രവർത്തന ഘട്ടത്തിൽ ആദ്യം ഒരു ബാലിസ്റ്റിക് റോക്കറ്റ് ഇത് വിക്ഷേപിക്കും. ഈ റോക്കറ്റ് മിസൈലിനെ വളരെ ഉയർന്ന അന്തരീക്ഷ തലത്തിലേക്ക് കൊണ്ടുപോകും. ആവശ്യമായ ഉയരത്തിലെത്തിയ ശേഷം പ്രധാന റോക്കറ്റിൽ നിന്ന് ഗ്ലൈഡ് വാഹനം വേർപെടും. ഇതാണ് യഥാർത്ഥ ആയുധഭാഗം. ഈ വേർപെട്ട ഗ്ലൈഡ് വെഹിക്കിൾ പിന്നീട് മാക് 5 വരെയുള്ള ഉയർന്ന വേഗതയിൽ താഴേക്ക് ഗ്ലൈഡ് ചെയ്യും. ആവശ്യാനുസരണം ഇടയ്ക്കിടെ ദിശ മാറ്റാനും ഈ ഗ്ലൈഡ് വെഹിക്കിളിനാകും. ഇത്തരത്തിൽ ദിശ മാറ്റാനാകും എന്നതിനാൽ ശത്രു റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താനാവില്ല. പ്രവചിക്കാനാവാത്ത സഞ്ചാരപാതയും അതിവേഗ ഗ്ലൈഡും വളരെ കുറഞ്ഞ പ്രതികരണ സമയവുമാണ് ഫത്ത-2വിനെ മറ്റു ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും കൂടുതൽ അപകടകാരിയാക്കുന്നത്. ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചാവാം ഫത്ത-2 ഫത്ത പോലുള്ള ഉയർന്ന മൂല്യമുള്ള മിസൈലുകൾ ഇറാൻ വിന്യസിക്കാൻ തീരുമാനിച്ചത്. ഖത്തറിൽ നശിപ്പിക്കപ്പെട്ട മിസൈൽ പ്രതിരോധ റഡാർ പോലുള്ള പ്രധാന ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനാകാം ഫത്ത-2 വിക്ഷേപിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളൊന്നും ഫത്ത-2വിന്റെ വിക്ഷേപണത്തെ സംബന്ധിച്ച സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഫത്ത എന്ന അറബി വാക്കിന്റെ അർത്ഥം വിജയദാതാവ് എന്നാണ്. ഫത്ത സീരീസിൽ ഉൾപ്പെടുന്ന ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് 2023 ജൂണിലാണ്. ഫത്തയും ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതിന്റെ വികസനത്തിന് പിന്നിലും ഇറാന്റെ IRGC തന്നെയാണ്. മാക് 5 മുതൽ മാക് 13 വരെ വേഗതയുള്ള ഫത്തയുടെ ദൂരപരിധി 1400 കിലോമീറ്റർ ആണ്. ഈ ബാലിസ്റ്റിക് മിസൈലിനും ലക്ഷ്യത്തിന് സമീപം എത്തുമ്പോൾ ദിശമാറ്റം നടത്താൻ കഴിവുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഫത്തയേക്കാൾ കൂടുതൽ ശേഷികൾ ഉൾക്കൊള്ളിച്ചാണ് ഫത്ത-2 വികസിപ്പിച്ചിരിക്കുന്നത്. 1990കളിൽ ഉത്തര കൊറിയയിൽ നിന്നാണ് റീ എൻട്രി വാഹന സാങ്കേതിക വിദ്യ ഇറാൻ നേടിയെടുത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ഇറാൻ സാധ്യമാക്കിയെടുത്ത ഫത്തയുടെയും ഫത്ത-2വിന്റെയും മെച്ചപ്പെട്ട ശേഷി ഇറാന്റെ ആക്രമണ ശേഷിയെ ഉയർന്ന തലത്തിൽ എത്തിച്ചു. 2025 ജൂൺ 18
ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഫത്തയെ ഇസ്രായേൽ ലക്ഷ്യങ്ങളെ ഉന്നമിടാൻ വിന്യസിച്ചുവെന്നും അത് ഇസ്രായേലിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുവെന്നും IRGC അവകാശപ്പെടുന്നു. നിലവിൽ ഫത്ത 2-നെ സംബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമത്വത്തിൽ വലിയ മാറ്റത്തിന് അതൊരു തുടക്കമായേക്കാമെന്നാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹൈപ്പർസോണിക് ആയുധശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇറാനും എത്തിയോ എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയരുന്നു. അത് ശരിയെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം മറ്റൊരു വിഭാഗം പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മാർക്ക് 15 വേഗതയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നത് തികച്ചും അതിശയോക്തിയാണെന്നാണ്. ഫത്ത 2 ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമല്ല എന്നും മറിച്ച് അതൊരു മെച്ചപ്പെടുത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആകാമെന്നുമാണ് ഈ വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ ഫത്ത 2 വിന്യസിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ചില സംശയങ്ങളും നിലനിൽക്കുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.